ഗ്രീനും ബ്ലൂവും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളർ അല്ലേ? അത് എംബ്രോയിഡറിയിലാണ്. കോട്ടണിലെ എംബ്രോയിഡറി സാരീസ് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇത് രസം കാണാനായിട്ട് ഇതിന്റെ ആ ഒരു പാവാടയുടെ അടിഭാഗത്ത് ബോർഡർ കുറച്ചും കൂടി ഹൈലൈറ്റ് ആണ് അല്ലേ? നല്ല വീതിയിലാണ് വരണേ. അത് കുറച്ച് ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതെ അതെ അതെ. നമ്മൾ അതിന്റെ താഴെ നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി ഒരു ഡോൾ പോലെ അതുമാരെ നിൽക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ വരണേ. അപ്പൊ ധാവണി കളക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ ധാവണി കളക്ഷനിൽ വരുന്ന 2 ട്രെൻഡിങ് മോഡൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. നിവർത്താനൊന്നുമില്ല, ഇത് മാത്രമേ ഈ സാരിയിൽ ഉള്ളൂ കേട്ടോ. ഈ ഒരു വരയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പ്രൈസിന്റെ കാര്യം നോക്കുമ്പോഴും നല്ല അഫോർഡബിൾ ആണ് അല്ലേ? മുന്താണിയിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വർക്കാണ് കേട്ടോ. മൊത്തത്തില് ടിഷ്യൂലാണ് വരണേ. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? അതെ, അടിപൊളി. വാവ്, സൂപ്പർ അല്ലേ? നമുക്ക് ബ്രഷ് പെയിന്റ് എന്നാണ് പറയുക. ഇത് ഹാൻഡിൽ തന്നെ ചെയ്യുന്ന പോലെ ബ്രഷ് പെയിന്റ് ആണ്. വാവ്. നമുക്ക് ഫുള്ളും ഡിജിറ്റൽ പ്രിന്റ്, ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കൃഷ്ണൻ അല്ലേ? തന്നെയാണ്. അതിൽ നമുക്ക് ഒരു യെല്ലോ ലോട്ടസ് പിന്നെ ഇങ്ങനെ റെഡ് കളർ ലോട്ടസ് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന കളർ. പ്ലസ് സ്ട്രൈപ്സും കൂടി വരുന്നതാണ് കേട്ടോ. അതിൽ ഫുള്ളായിട്ട് ഇതുമാരെ ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ. ഇതും നല്ല ഭംഗിയുള്ളതാ. ഇത് കോട്ടൺ ത്രെഡ് ആണ്, അതിന്റെ ഇടയിലും കൂടിയാണ് രണ്ടും. ഇപ്പൊ കളേഴ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ ഒരു അതെ 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 ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിനാണ് ഇത് പറയുക. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ആർക്കും പ്രത്യേകം പറയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ചേച്ചീനെ പരിചയപ്പെട്ടിട്ട് തന്നെ തുടങ്ങാം. കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് ഷോപ്പിലുള്ളതെന്ന് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം അല്ലെ? നമ്മളിപ്പോ നിൽക്കുന്നത് കുത്താമ്പള്ളി നെയ്ത്തുകട ഒലവക്കോടാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതെ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയും കാണാത്ത വെറൈറ്റി, അതായത് നമ്മൾ ഓരോ കൊല്ലവും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ്, ഓണത്തിന്റെ വീഡിയോ. അതിൽ നമ്മൾ വെറൈറ്റി കളക്ഷൻസ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം ഓരോന്നായിട്ട് അല്ലേ? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയും ചെയ്യും കേട്ടോ. കസ്റ്റമേഴ്സ് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പൊ വീഡിയോ ഒന്നും കാണാത്ത പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്ത ആ ഒരു തിരക്കിലായത് കൊണ്ടാണ്. ഇപ്പോഴും നല്ല തിരക്കില് ഇടയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് കളക്ഷൻ തന്നെ തുടങ്ങാം അല്ലെ? അപ്പൊ ഏതാണ് ഇത്തവണത്തെ നമ്മുടെ ഓണത്തിന്റെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള? ആക്ച്വലി എല്ലാരും ലോട്ടസിന്റെ ഇതിലാണ് ഇപ്പൊ എല്ലാവരും ഡിസ്പ്ലേയിൽ കണ്ടതും ലോട്ടസിന്റെ ഒരു സാരിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ്. അത് നമ്മൾ കോട്ടണിലാണ് ആദ്യം തുടങ്ങണേ. ഇതാണ് ലോട്ടസ് സ്റ്റാർട്ടിങ് തന്നെ. നമുക്ക് ഈ ലോട്ടസിന്റെ ഇതിൽ തന്നെ തുടങ്ങാം. അപ്പൊ ഇവിടെ കുറച്ച് ഷോപ്പിലൊക്കെ കുറച്ച് തിരക്കുള്ള കാരണം കൊണ്ടേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് സൗണ്ട് ഒക്കെ കേൾക്കും. പക്ഷെ നിങ്ങളത് ക്ഷമിക്കുക അല്ലെ? നോക്കിയാൽ ഇതാണ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലോട്ടസിന്റെ ഒരു സാരിയാണ്. അടിപൊളി കളക്ഷൻ കേട്ടോ. നോക്കിയാൽ എന്തൊരു ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ഇത് പ്രിന്റ് ആണ്. ആക്ച്വലി ഇത് പ്രിന്റ് ആണ്. നമുക്ക് രണ്ട് ഭാഗത്തേക്കും ടെമ്പിളിന്റെ ഡിസൈനും കൂടി കൊടുത്തിട്ട് പിന്നെ ഉള്ളിലും നമുക്ക് ഡിസൈൻ വരുന്നത്. അതായത് ബോഡി ഫുൾ ആയിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട് അല്ലെ ലോട്ടസിന്റെ? അതെ. ഓക്കെ. ഈ ലോട്ടസ് ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരണേ. 2 കരകളിലും 2 കളറിലാണ് കൊടുത്തിരിക്കണേ. അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ചസും അവൈലബിൾ ആണ്. ഓക്കെ, റേറ്റ് എങ്ങനെയാ വരണേ അതും കൂടി നമുക്കൊന്ന് പറയാം അല്ലെ? ജസ്റ്റ് നമുക്കിപ്പോ എന്താ വെച്ചാൽ കുത്താമ്പിളുടെ ഇതില് നമുക്ക് റേറ്റ് പറയാൻ പാടില്ല എന്നാണ് ഇപ്പൊ നമ്മളൊരു നിയമം എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. റേറ്റ് അറിയണവര് നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഓൺലൈനിന്റെ ആൾക്കാരെ ബന്ധപ്പെടുമായിരിക്കും. അപ്പൊ അവര് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മൾ റേറ്റ് കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇതിനൊക്കെ 1000 ബിലോയെ വരുന്നുള്ളൂ അല്ലെ? അല്ലെ, 1000 നമുക്ക് പറയാം. ഓക്കെ, 1000 ബിലോയില് വരുന്ന ഒരു സാരിയാണ്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെയും കോണ്ടാക്ട് ചെയ്തോളൂ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇത് കിട്ടാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് തന്നെ നമുക്ക് വേറൊരു കളർ ചേഞ്ച് ആണ്. നമ്മള് ലോട്ടസിൽ തന്നെ ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ആണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വേറെയും വരുന്നുണ്ട്. അതെ, ഞാനിപ്പോ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് 1-2 മാത്രം ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. പിന്നെ ലോട്ടസിന്റെ തന്നെ വേറൊരു മോഡൽ. ഇത് കുറച്ച് ചെറിയ വർക്കും കൂടി വരണതാണ് അല്ലേ? അപ്പൊ ലൈൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഫുൾ പ്ലെയിനില് കോട്ടൺ ആണ്. പക്ഷെ ഇതില് വരുന്നത് ജെറി വരുന്നുണ്ട്. ഉള്ളിൽ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള സ്ട്രൈപ്സും കൂടി വരണതാണ് കേട്ടോ. അതിൽ ഫുള്ളായിട്ട് ഇതുമാരെ ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ. ഇതും നല്ല ഭംഗിയുള്ളതാ. ഇത് ശരിക്കും ഫോക്കസ് ചെയ്താലാണ് ഇതിന്റെ ആ ഒരു വർക്ക് ഒക്കെ ശരിക്കും അറിയാൻ പറ്റണേ. നല്ല ഭംഗിയുണ്ട്. ഇത് ലോട്ടസിന്റെ ബോർഡറും കൂടി വന്ന് ബോർഡറിലും വരുന്നുണ്ട്, ആ വർക്ക് വരുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഇത് എംബ്രോയിഡറി ആണ്. ഇത് ആക്ച്വലി ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി എന്നാ പറയാ. ഇത് എംബ്രോയിഡറി പറയുമ്പോൾ കോട്ടൺ ത്രെഡ് ആണ്, അതിന്റെ ഇടയിലും കൂടിയാണ് രണ്ടും. ഇപ്പൊ കളേഴ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ ഒരു അതെ 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 ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ഇത് പറയുക. മുന്താണിയാണ് നമ്മൾ നേരത്തെ കണ്ടത്, മുന്താണി ഭാഗമാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരി കേട്ടോ, കോട്ടണിലാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് അല്ലേ? വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതും ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു ബ്ലൂ, നല്ല ഒരു അക്വാ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ ഒരു നേവി ബ്ലൂന്റെ കൂടി കൊടുത്തിട്ട് നമ്മള് ഗ്രീനും ബ്ലൂവും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളർ അല്ലേ? അത് എംബ്രോയിഡറിയിലാണ്. കോട്ടണിലെ എംബ്രോയിഡറി സാരി കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇത് നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. അതെ അതെ. ഓക്കെ. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും കളർ ചേഞ്ചുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് അതേപോലത്തെ ഇതിൽ തന്നെ ഒരു ലോട്ടസിന്റെ ക്രോസ് സ്റ്റിച്ചിൽ അതെ നമ്മൾ നേരത്തെ കണ്ടത് പ്രിന്റ് ആയിരുന്നു. നേരത്തെ നമ്മൾ എംബ്രോയിഡറിയിൽ വേണം എന്നുള്ളവർക്ക് എംബ്രോയിഡറി വർക്കിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ലോട്ടസിൽ തന്നെ. ആഹാ, ഇത് കുറച്ചും കൂടി ഗ്രാൻഡ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. വിത്ത് ബ്ലൗസോട് കൂടി വരുന്നതാണ്. ബ്ലൗസ് നമുക്ക് ആക്ച്വലി പ്ലെയിൻ ആയിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ്. അതെ അതെ അല്ലേ. പിന്നെ നമുക്ക് വേറെ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു സാരിയാണ്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ് അല്ലേ? ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വരുന്ന ചെക്ക് സാരിയാണ് കേട്ടോ. കോട്ടണിൽ തന്നെ ചെക്ക് സാരിയിലാണ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ്. എല്ലാവർക്കും ലോട്ടസ് വേണ്ട, ലോട്ടസ് അല്ലാണ്ടത് വേറെ നോർമൽ ഫ്ലോറലൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയുണ്ട് അല്ലേ? ഇത് ഒരുപാട് കളേഴ്സിൽ വരുന്നതാണ് കേട്ടോ. കുറച്ചുകൂടി കളർഫുൾ ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴത്തെ ട്രഡീഷണലും കൂടി വരുമ്പോ കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് റോസ് ഗോൾഡിൽ കുറെ ആൾക്കാർക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ റോസ് ഗോൾഡിൽ ഒരു ഫ്ലോറലിന്റെ ഒരു സാരിയാണ്. ഇതും ഇതുമാതിരി തന്നെ കണ്ടോ, സിൽവറും കൂടിയിട്ട് വരുന്നതാണ്. സിൽവറും റോസ് ഗോൾഡും കൂടി വരുന്നതാണ്. സ്ട്രൈപ്സ് ആണ് ഇങ്ങനെ ഫുൾ ആയിട്ട് വരുന്നത്. അതിൽ ഡിജിറ്റൽ പ്രിന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കരയിൽ മുഴുവനും റോസ് ഗോൾഡും സിൽവറും കൂടിയിട്ടുള്ള ബോർഡറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ സാരികളും വെറൈറ്റികളാണ്. കഥകളിയിൽ ബോക്സ് ചെക്ക് ആണ് വരുന്നത് കേട്ടോ. വലിയ ചെക്സും ചെറിയ ചെക്സും രണ്ടും കൂടി. ഇതും കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു വെറൈറ്റിയാണ്, നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വേറെ എവിടെയും നമ്മൾ കാണാത്തൊരു ഡിസൈനും കൂടിയിട്ടാണ്. കഥകളിയിൽ തന്നെ കുഞ്ഞിയ ചെക്സും അതുമാതിരി തന്നെ വലിയൊരു ചെക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിപ്പോ റേറ്റ് പറയാൻ നമുക്ക് ഇവിടെ പറ്റാത്ത കാരണം കൊണ്ടാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. പീകോക്ക് ആണ് അല്ലേ വരുന്നത്? പീകോക്ക് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അടുപ്പിച്ച് ഉള്ള ഒരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ അല്ലേ? ഇപ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് കസവ് വേണ്ട, കരയില് തന്നെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വേണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ചും കൂടി ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പൊ ഈ ഓണത്തിന്റെ ട്രെൻഡ് കൂടുതലും ഈ ഗോൾഡിനെയും കൂടുതൽ അവർ പ്രിഫർ ചെയ്യണം. ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഒരു 2-3 കളേഴ്സ് ആണ്. മെറൂൺ, മാക്സിമം ഗ്രീൻ, മെറൂൺ, അങ്ങനെയുള്ള കോമൺ ഷെയ്ഡ്സ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് ഒരു ലോട്ടസും കൂടിയാണ്. വീണ്ടും ലോട്ടസ് ആണ് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓരോ ലോട്ടസും നല്ല ഭംഗിയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഫാബ്രിക്കിലാണ് അല്ലേ? വാവ്, സൂപ്പർ അല്ലേ? പിന്നെ നമുക്ക് ബ്രഷ് പെയിന്റിനാണ് പറയുക. ഇത് ഹാൻഡിൽ തന്നെ ചെയ്യുന്ന പോലെ ബ്രഷ് പെയിന്റ് ആണ്. ഇതിപ്പോ നമുക്ക് വിത്ത് ബ്ലൗസിന് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് കുറെ ആൾക്കാർ ബോഡി ഫുൾ പ്രിന്റ് ആയിട്ട് കലംകാരിയുടെ പ്രിന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ? ഹെവി ആയിട്ട് ഇതാണ്. അതെ അതെ അതെ. നല്ല അത്യാവശ്യം ഹെവി വർക്കിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെ ബോഡിയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് ഈ കലംകാരി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഗ്രാൻഡ് ആണ് സാരി. വർക്കൊക്കെ അത്യാവശ്യം ഗോൾഡൻ ബോർഡറും കൂടി വരുമ്പോൾ നല്ല ഒരു ട്രഡീഷണൽ കലംകാരി രണ്ടും കൂടി ചേർന്നിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കുറെ എന്താ വെച്ചാൽ കുറെ നമ്മളിപ്പോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ സാരി. കുറെ പുറ രാജ്യമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ കുറെ ഇഷ്ടപ്പെട്ട് കൊടുക്കാനും പറ്റും. നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ സെയിം ഇത് തന്നെ നമുക്ക് ഇക്കത്ത് പ്രിന്റ് ആയിട്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? ഇതൊരു മഴവിൽ കളറിൽ വരുന്ന സാരി അല്ലേ? മൾട്ടി കളറാണ്. മയിൽപീലിന്റെ ആ ഒരു ഇത് ബോർഡറിലാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ബോർഡർ അല്ലേ? പക്ഷെ ഇതിന്റെ മുന്താണിയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ്. അതെ.
ഉള്ളിലും നിങ്ങൾക്ക് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സാരികളുണ്ട് കേട്ടോ, ഒത്തിരി സാരിയാണ്. പിന്നെ ഇതും ഒരു ഹാൻഡ്ലൂമിന്റെ ഒരു റെപ്ലിക്ക ആണ് അല്ലേ? ഓക്കെ. ആൾക്കാർ ഈ ഓറഞ്ച് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് ബോർഡറിൽ കിട്ടണമെങ്കിൽ ഹാൻഡ്ലൂം ആണ് പണ്ട് ഇതൊക്കെ വരികയായിരുന്നു. പക്ഷെ ഇപ്പൊ പവർലൂമിലും കൂടി പവർലൂമും കൂടി ചെയ്തിട്ട് നമ്മൾ അതിന്റെ റെപ്ലിക്ക ബോർഡർ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിന്റെ മെയിൻ ആയിട്ട് ഈ സാരിയുടെ ഈ ബോർഡർ ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പവർലൂമും ഹാൻഡ്ലൂമും, പണ്ട് ഹാൻഡ്ലൂമിൽ ഇങ്ങനെയാണ് അത്ര വന്നിരുന്നത്. പക്ഷെ അതിപ്പോ പവർലൂമിലേക്കും കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിപ്ലിക്ക ആയത്. ഇതിനും റേറ്റ് അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നോർമലായിട്ട് ചെക്സിൽ തന്നെ ഒരു ടെമ്പിൾ ഡിസൈനും കൂടി വരുന്നത് അല്ലേ? ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള സാരികൾ കുറേ കണ്ട് മതിയായിട്ടുള്ള സാരികളിലത്തെ ഒരു സാരിയാണ്. പക്ഷെ എന്നാലും ഓണത്തിന് ഇതൊക്കെ ട്രെൻഡിങ് ആണ്. ഇതൊക്കെ ആവശ്യപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പോൾക്ക അല്ലേ? പോൾക്ക ഡിസൈനിൽ വരുന്ന സാരി. നല്ലൊരു ഗ്രീനും ഗോൾഡനും ഇതിൽ കളേഴ്സും കൂടി അവൈലബിൾ ആണ്. എത്ര കളേഴ്സ് നമുക്ക് കൊടുക്കാം? ഇതൊക്കെ ഒരു 3-4 കളേഴ്സ്. കോമൺ കളേഴ്സ് മെയിൻ ആയിട്ട് ബ്ലാക്ക്, ഗ്രീന്, മെറൂണ്, പിന്നെ ഒരു വൈൻ ഷെയ്ഡ്. അതൊക്കെ ഉണ്ടാവും. അതെ. ഓക്കെ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കസവ് കാണാനും ഭംഗിയുണ്ട്. പോൾക്ക ഡിസൈൻ പണ്ടും കുറച്ചും കൂടി ഇപ്പോഴും നല്ല ട്രെൻഡ് പോയിട്ടില്ല. അതെ, ഇതും നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അമ്മമാർക്ക് ചെറിയൊരു ഡിസൈൻ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ, ചെറിയ എംബ്രോയിഡറി അല്ല. അതെ, ഒരുപാട് എംബ്രോയിഡറി അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെ മാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സൂപ്പറാണ്. എല്ലായിടത്തും ഇതുമാരെ വരുന്നുണ്ട് അല്ലേ? എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. ബോഡിയിൽ ഫുൾ ആയിട്ട് ഇതുമാരെ എംബ്രോയിഡറി ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഗ്രാൻഡ് തന്നെയാണ്. ഇതാണ് ഇപ്പോഴത്തെ അക്ഷരമാല സാരി അല്ലേ? അക്ഷരമാല സാരി എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡാണ്. ഇത്തവണത്തെ ഹൈലൈറ്റിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു അക്ഷരമാല സാരി കേട്ടോ. ഇതും കോട്ടണിലാണ് ഇപ്പൊ കാണുന്നത്. അടിപൊളി തന്നെയാണ്. ടിഷ്യൂലും അവൈലബിൾ ആണ്. ഇത് ബോഡിയിൽ മുഴുവനും വരുന്നുണ്ട് അല്ലേ? മൊത്തത്തിൽ ഇതാ ഇങ്ങനെ അക്ഷരമാല വരുന്നുണ്ട്. ഇത് ആക്ച്വലി എംബ്രോയിഡറി ആണ്. ചില ആൾക്കാർ പ്രിന്റിംഗിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ എംബ്രോയിഡറിയിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. ഇതും ട്രെൻഡാണ്. ഓരോന്ന് കാണിക്കുമ്പോഴും ട്രെൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻക്വയറി നിങ്ങൾക്ക് ഇത് നല്ലോണം ഓർഡർ പോകുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ട്. അതെ, കുറെ എൻക്വയറി ആയിട്ട് പോയി അവര് ഉടുത്തിയതിനു ശേഷം ഭയങ്കര ട്രെൻഡാണ്. പണ്ട് തൊട്ടേ ആക്ച്വലി ഇത് ഭയങ്കര നല്ല ഇത് മാത്രമേ കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും ട്രെൻഡായി. പക്ഷെ അവർ ആ ഫാമിലി കൊടുത്തോടുകൂടി അത് ഒരു പ്രത്യേക രസമായി കാണാനായിട്ട് അല്ലെ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും അടിപൊളി തന്നെയാണ്. ഇതിന്റെയും കളേഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് പുറത്താനൊന്നുമില്ല. ഇത് മാത്രമേ ഈ സാരിയിലുള്ളൂ കേട്ടോ. ഈ ഒരു വരയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പ്രൈസിന്റെ കാര്യം നോക്കുമ്പോഴും നല്ല അഫോർഡബിൾ ആണ് അല്ലേ? ഇതൊരു പാറ്റേൺ സാരി തന്നെയാണ്. ഒരു ലൈൻസിന്റെ ഒരു സിഗ്സാക്ക് പോലത്തെ ഇത് കൊടുത്തിട്ട് വരുന്ന ഒരു സാരിയാണ്. പ്ലെയിനിൽ തന്നെ കുറച്ച് ബ്രോഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതിന്റെ ബോർഡർ കളർ സെയിം തന്നെയാണ്. ഗോൾഡ് തന്നെയാണ്. അതെ, ഗോൾഡ് തന്നെയാണ്. അതിൽ നമുക്ക് അതിലും കൂടി ലൈൻസ് വരുമ്പോൾ സാരി ഫുള്ളും ഇങ്ങനെയാ വരണേ. ബോർഡറിന് ചെറുതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡ് തന്നെയാണ് കൊടുത്തിരിക്കണേ. ഇതിന്റെ ഇവിടെ മുഴുവനും കുഞ്ഞു കുഞ്ഞു ചെക്സ് ആണ് കേട്ടോ. ചെറിയ ചെക്സിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ആ പായൽ ഡിസൈൻ വരുന്ന സാരിയിൽ തന്നെ ലൈൻസും കൂടി വരുന്ന പോലെ. ഓരോ സാരികളും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിവർത്തിയാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി അറിയാം. ഇതൊക്കെ ഗോൾഡിൽ മാത്രം വരുന്ന സാരീസ് ആണ് കേട്ടോ. നമുക്ക് ആ പായൽ ഡിസൈൻ, നമുക്ക് ആ ബോർഡർ ഫുള്ളും ആ പായൽ ഡിസൈൻ വരുന്നത്. പിന്നെ ലൈൻസും കൂടി അതിൽ നമുക്ക് ആ ലൈൻസും കൂടി കൊടുത്തിട്ട്. എന്നാലും ഗോൾഡും ഈ ഒരു വൈറ്റും കൂടി വരുമ്പോൾ അതിന്റെ കോമ്പിനേഷനും ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും. നല്ല ഒരു ഡിസൈനും കൂടിയിട്ടാണ് ഫ്ലോറലിന്റെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഇതിൽ ലോട്ടസിന്റെ ഒരു ഇത് അതിൽ നമുക്ക് ഒരു യെല്ലോ ലോട്ടസ് പിന്നെ ഇങ്ങനെ റെഡ് കളർ ലോട്ടസ് രണ്ടും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന കളർ. ഇതും നന്നായിട്ടുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടും സാരി ആയിട്ട് തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പട്ടുപാവടയൊക്കെ തയ്ക്കുകയാണെങ്കിലും നല്ലതാ. ഇത് ടിഷ്യൂലാണ് പോണത്. ഇത് നിങ്ങൾ ഈ കളക്ഷൻ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷനാണ്. വാവ്. നമുക്ക് ഫുള്ളും ഡിജിറ്റൽ പ്രിന്റ്, ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കൃഷ്ണൻ അല്ലേ? മൊത്തമുണ്ട് സാരിയുടെ ബോർഡർ മൊത്തം. ആക്ച്വലി ഇത് ഫുള്ളും ബോർഡറിൽ ഫുള്ളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. കൃഷ്ണന്റെ ആ ഒരു രൂപം മയിലും എല്ലാം അത് ടിഷ്യൂലൂടെ വന്നപ്പോ അടിപൊളിയില്ലേ കാണാനായിട്ട്. സൂപ്പർ ആയിട്ട് ഭംഗിയാ കാണാനായിട്ട്.
ശരിക്കും നല്ലൊരു ഇത് green border അതിന്റെ ആ കൂടി. മുഖത്തിന്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. മയിൽപ്പീലി അല്ലേ? മയിൽപ്പീലി. സാരി മൊത്തം ഈ കളറിലാ? അതെ അതെ, സാരി മൊത്തം ഈ കളറിൽ. സാരി മൊത്തത്തിൽ ഈ കളറിലാണ് വരുന്നത്. കണ്ടോ ഇവിടെയൊക്കെ ബോർഡറിലൊക്കെ നമുക്ക് ഇതുമാരെ ചെറിയൊരു രൂപം കാണാം അല്ലേ? ഇവിടെയൊക്കെ മയിൽപ്പീലി ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെയും കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. കൃഷ്ണന്റെ ഇതിനോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കഥകളി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഇത് ഡബിൾ കളറിലാണോ വരുന്നത്? അതെ അതെ, ആക്ച്വലി ഇത് ബോർഡർ വന്നിട്ട് നമുക്ക് വരുന്നത് ഒരു വൈൻ ഷെയ്ഡ് ആണ്. ഉള്ളിലൊക്കെ ഫുള്ളും ഗ്രീനിലാണ് വരുന്നത്. ബോർഡർ വരുന്നത് നമുക്ക് ആ വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് അല്ലേ? ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഗ്രീൻ എപ്പോഴും ഗ്രീൻ ആയിരിക്കും അല്ലേ? അങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്നും നമുക്ക് കളർ പോകുന്നതോ അങ്ങനെ യാതൊരു കുഴപ്പവും വരില്ല. ഇത് ഫുള്ളും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ ഈ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വേറെ ഒരു കഥകളിയും കൂടിയാണ് കാണിച്ചത്. ഡിജിറ്റൽ പ്രിന്റിൽ കുറേ വർക്കുകളുള്ള സാരികൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ കുറേ ട്രെൻഡിങ് ഡിജിറ്റൽ പ്രിന്റിന്റെ ആ ഒരു ഇതാണ്. കഥകളിയുടെ തന്നെ ഒരു വേറൊരു മുഖം മാത്രം അല്ലേ? മറ്റേത് നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു കഥകളിയാണ് കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫേസിന്റെ ഭാഗം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അത് കുറച്ച് ബോർഡറിൽ ഫുൾ കഥകളിയാണ് വരുന്നത്. ഇതിന് വന്നിട്ട് മുന്താണി ഇങ്ങനെ ഒരു ഫേസിന്റെ ഭാഗം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓണത്തിനൊക്കെ ആകുമ്പോ കൂടുതൽ ചോദിച്ചു വരുന്നത് കഥകളി. അതെ അതെ, കഥകളി മയിലുടെ ഇത് എപ്പോഴും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ആ ട്രെൻഡിങ്ങിന്റെ ആയത് നീങ്ങിയിട്ടില്ല. തെയ്യം മാത്രല്ല കഥകളിയും വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വേറൊരു ഇതുപോലത്തെ അങ്ങനെയൊക്കെ മധുബാനി പ്രിന്റിനും പറയാം നമുക്ക്. ആക്ച്വലി അതിന്റെ ആ ഒരു ഇതും കൂടി പോലത്തെയാണ് ഇതിൽ വന്നത്. അതെ 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 അതെ. ഓക്കെ, ഇതിന്റെ ടസൽസും നന്നായിട്ടുണ്ട് കേട്ടോ. ഡബിൾ കളറിലാ വരണേ. കഥകളിയും തയ്യും രണ്ടും കൂടി. ആക്ച്വലി ഇതിപ്പോ കുറച്ചും കൂടി ഷർട്ടുകളിലും വരുന്നുണ്ട്. അതും നമുക്കുണ്ട്, അവൈലബിൾ ആണ് ഇവിടെ. ഇങ്ങനത്തെ ഷർട്ടുകളിലും നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ മെല്ലെ ടിഷ്യൂലേക്ക് കടന്നിരിക്കുകയാണ്. ടിഷ്യൂവിന്റെ കുറച്ച് മോഡലുകളൊക്കെ നമ്മളിപ്പോ കണ്ടു. ടിഷ്യൂലാണ് കുറച്ചും കൂടി വെറൈറ്റീസ് ഉള്ളത്. നമുക്ക് ഇവിടെ വരുമ്പോ ഇങ്ങനെ തോന്നും, അവിടെ വരുമ്പോ അങ്ങനെയും തോന്നുന്നു. കോട്ടൺ കാണുമ്പോ കോട്ടണിലാണ്. ആക്ച്വലി ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു ഇക്കത്തില് വരുന്നത്. ഇക്കത്തിന്റെ മോഡൽ ഇതാണ് ബോർഡർ വരുന്നത്. മുന്താണി ഫുള്ളും ഇത് തന്നെയാണ്, ഇക്കത്തിന്റെ ആണ് അല്ലേ? ഈ ബോർഡർ കുറച്ചും കൂടി വിട്ട് കൂടുതലുണ്ട്. അതെ അതെ അതെ. ഓക്കെ, കൂടുതലുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെയും ഗ്യാപ്പേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതൊക്കെ പ്രിന്റ് ആണ്. ആക്ച്വലി ഇതൊക്കെ പ്രിന്റ് നമുക്ക് ഈ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണത്. ഇതിൽ നമുക്ക് ആ ഒരു ഇത് ഫുള്ള് അങ്ങനെ കൊണ്ടുവന്നിരിക്കണേ അല്ലേ? ഓക്കെ, ഇതിന്റെ വൺ സൈഡ് ആണ് ബോർഡർ വരണേ. വൺ സൈഡാണ് ബോർഡർ വരുന്നത്. നല്ല ഭംഗിയുള്ള നമുക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വീണ്ടും രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്തതാണ്. നമുക്ക് ഓണം ഇന്നും കുറെ ദിവസം ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ തന്നെ തീരാൻ തുടങ്ങി. ഒരുപാട് എൻക്വയറി ഇപ്പൊ ഓൺലൈൻ ആയ കാരണം കൊണ്ട് തന്നെ കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഷോപ്പിലും ഉള്ളത് കാരണം ഇവിടെ തരുന്നു പോണ്ട്. പിന്നെ നമ്മൾ പുറത്ത് കൊറിയർ അയച്ചു തരുന്നത് എല്ലാ കാര്യം കൊണ്ട് ഇപ്പൊ വേഗം തീർന്നു പോകുന്നുണ്ടെന്ന് അല്ലെ? അപ്പൊ തീരെ നേരം വൈകണ്ട കേട്ടോ. നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാനൊന്നും താല്പര്യം ഇല്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു സംഭവം. ഇത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് ബോർഡർ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല ഭംഗിയായിട്ടുള്ള ഒരു താമരന്റെ ഇതും നല്ല ചെറിയ ഒരു മെറൂൺ കളറും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂട്ടി അല്ലെ? ആ ഒരു താമരയുടെ ഒരു ഭംഗി കുറച്ചും കൂടി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിന്റെ എംബ്രോയിഡറിയിലാണ് വരണേ. അടിപൊളിട്ടാ. ആ ഒരു ഇതും കൊടുത്ത് ടാസൽസും കൂടി വരും. എല്ലാം ഫിനിഷിംഗ് ആണ്. ഓരോ ലോട്ടസും നല്ല ഫിനിഷിംഗ്. നെക്സ്റ്റും കൂടി ഞാൻ എടുത്ത് പറയാൻ പോകുന്നത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ളത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് തന്നെ എംബ്രോയിഡറി. ഇത് ബ്രഷ് പെയിന്റ് എംബ്രോയിഡറി പറയുക. നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് ബ്രഷ് പെയിന്റ് ആണ് വരുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് ബ്രഷ് പെയിന്റ് ആണ്. അതെ, ഓക്കെ ഓക്കെ. ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് എംബ്രോയിഡറി അല്ല കേട്ടോ. ഇതിന്റെ സൈഡ് മാത്രം, ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് ഇവിടെ ബ്രഷ് പെയിന്റ് ആണ്. ബോർഡർ വലുതാണ്. ബോർഡറിൽ കുറച്ചും കൂടി വർക്ക് വൺ സൈഡ് ആണ് വരുന്നത് അല്ലെ? വൺ സൈഡ് ബോർഡറിലാണ് കുറച്ചും കൂടി വർക്ക് വരുന്നത്. കണ്ടോ ഇവിടം വരെ വരുന്നത്. പല്ലുവും നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബോർഡറും കൂടിയാണ്.
അപ്പൊ നമുക്കിത് കുറേ പോയി കഴിഞ്ഞു, പിന്നെയും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് തന്നെ പോണ്. അടിപൊളി ഒരു മോഡൽ തന്നെയാണ് അല്ലെ. ഇനി ഓരോ ഫ്ലവറിനും ഓരോ ഭംഗിയാണ് കാണാൻ, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ് എന്ന് തോന്നുന്നു. ഈ ഒരു അതായത് മുന്താണിയിൽ വരുന്നത് കുറച്ചും കൂടി ഹെവി ആണെങ്കിൽ ബോഡിയിലേക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയാ, വൈറ്റും കൂടി വൈറ്റ് ആണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. വൈറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടാ. അടിപൊളി തന്നെയാണ്. ഇതിന്റെ എംബ്രോയിഡറി നന്നായിട്ടുണ്ട്. അതിന്റെ ബോർഡറിൽ നമുക്ക് ആ എംബ്രോയിഡറി വർക്ക് കാണാൻ. നമ്മൾ നേരത്തെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെ കോട്ടണിൽ കണ്ടു. അതെ, അതന്നെ ഇവിടെ ടിഷ്യൂല് വരുന്നത് അല്ലേ. ടിഷ്യൂലേക്ക് കയറുമ്പോ അതിന് വേറൊരു ഭംഗിയാ അല്ലേ. അതെ അതെ, ആ ഗോൾഡിന്റെ ഒരു എഫക്ട് കൂടി വന്നപ്പോഴേ നല്ലൊരു രസമായി കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ടിഷ്യൂ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അടിപൊളി ഒരു ചോയ്സ് ആണല്ലേ. നല്ല ഭംഗിയാ ഇത് കാണുമ്പോ. ഇതിൽ തന്നെ നമുക്ക് കുറെ ഡിസൈൻസും കൂടി അവൈലബിൾ. ഞാൻ ജസ്റ്റ് 1-2 കാണിച്ചതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് നന്നായിട്ടിട്ട് കേട്ടോ. ഈ ഒരു മോഡലും നല്ല ഭംഗിയാണ്. നമ്മൾ നേരത്തെ ഒരു മയിൽപീലിയുടെ കണ്ട പോലെ ഒരു മൾട്ടി കളറിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതും നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഡിജിറ്റലിൽ കണ്ടില്ലേ, അതിന്റെ തന്നെ വേറൊരു പൂവ് അല്ലേ. അതെ, ആക്ച്വലി ബോർഡിലെ മാത്രം ഇങ്ങനെ വർക്ക് വരണം. അതെ, അത് ആ ബോർഡറാന്ന് തോന്നുന്നു കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് ബോർഡറിൽ വരുന്നത്. ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഉടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അല്ലെ. ഇതിന്റെ ബോർഡർ വരുന്നത് ഈ മെറൂൺ കളറിലും കൂടിയാണ് ഹൈലൈറ്റ് കുറച്ചും കൂടി 2 കൂടി ഷെയ്ഡ്. അതും ഈ ടിഷ്യൂല് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതും എനിക്ക് തോന്നുന്നു ഹാൻഡ്ലൂം ടച്ച് വരുന്നതാണ് അല്ലേ. ഹാൻഡ്ലൂം ടച്ച് വരുന്നത് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഈ ഹാൻഡ്ലൂം ടച്ച് വരുന്ന ഈ ഒരു സാരീനെ കാണുമ്പോൾ നമുക്ക് ബോർഡറിൽ തന്നെ ചെക്കാർഡിന്റെ മയിലിന്റെ പോലത്തെ സൂപ്പർ അല്ലേ. അടിപൊളി. ഇതില് ബോർഡറിൽ മാത്രമേ ഈ ഒരു കളർ വരുന്നുള്ളൂ. പക്ഷെ ആ ഒരു കളർ നമുക്ക് വേറെ എവിടെ പോയാലും കാണാം. വരുന്ന ഒരു കളറാണ്. പിന്നെ അതിന്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജരിയില് വീവിങ്ങും കൊടുത്തിട്ടാണ്. മയിലിന്റെ ഒരു ഡിസൈൻ അല്ലേ. അതെ, വീവിങ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കളർ അതിലത്തെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മജന്ത. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ബോർഡർ ഇതിന്റെ ബോഡിയിൽ മൊത്തം വർക്ക് ഉണ്ട് അല്ലേ. നേരത്തെ കണ്ടപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് തോന്നി, പക്ഷെ ഇവിടെയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ ടെമ്പിള് ഒരു ബ്ലാക്കും ഗോൾഡനും ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതും എംബ്രോയിഡറിയില് നല്ലൊരു ഇതിലാണ് ഇതായിരുന്നത്. ഇത് അടിപൊളിയാ. നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ ചെറിയൊരു എംബ്രോയിഡറി ആയിരുന്നു. ഇത് കുറച്ചും കൂടി വലുത് ഒരു ബോക്സ് ടൈപ്പില് ഡിസൈനിലും കുറച്ച് മാറ്റമുണ്ട്. അതുമാരെ അല്ലേ, ഡിസൈനിലും മാറ്റമുണ്ട് കണ്ടോ. കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി കളർഫുള്ളും കൂടിയിട്ടാണ് ഇത് അല്ലേ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ റേറ്റ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു നോക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. അതെ, ഈ ഒരു ആനയും നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കണം, അപ്പോഴാണ് ഭംഗി അറിയുന്നത്. സാരി എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി അറിയാം, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ശരിക്കും. വാ, ഇത് മൊത്തത്തിൽ നിവർന്നു നമ്മുടെ. പക്ഷെ സാരി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പിടിച്ചോളൂ. അതെ, ബ്ലൗസിന്റെ ഇതും ഞാൻ കാണിച്ചു തരാം. ബ്ലൗസും നല്ല ഫുൾ ആനയുടെ ചിത്രം വരുന്ന പോലെ. ഓ, അപ്പൊ ഇതിന്റെ ബ്ലൗസിൽ ഈ വർക്ക് വരുന്നുണ്ടല്ലേ. ഇതാണ് അതിന്റെ ബ്ലൗസ് വരണേ. ഇതാണ് മുന്താണി വരണേ. കണ്ടോ, അടിപൊളിയായില്ലേ. ഇപ്പൊ നമ്മൾ നിവർത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു സാരി നമുക്ക് മിസ്സാകുമായിരുന്നു. അടിപൊളി ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനാണ്. മുന്താണിയിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വർക്കാണ് കേട്ടോ. മൊത്തത്തില് ടിഷ്യൂലാണ് വരണേ. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അടിപൊളി. നെക്സ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളത് എംബ്രോയിഡറി വർക്കില് കുറച്ച് ഡാർക്ക് അല്ലാണ്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നതാണ്. നന്നായിട്ടുണ്ട് അല്ലേ. ഡാർക്ക് കളേഴ്സിന്റെ അത്ര വേണ്ട. എംബ്രോയിഡറി നല്ല എംബ്രോയിഡറി ആയിട്ട് ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി ആയിട്ട് അല്ലേ. ഇത് നല്ലൊരു സാരി. നെക്സ്റ്റ് ഇത് ഫുള്ളും ടെമ്പിൾ ആഷും ബ്ലാക്കും കൂടി. നമുക്ക് വേറെ കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഇതാണ് സാരിന്റെ ഉൾവശം വരുന്നത്. ഇതാണ് ബോഡിയുടെ ഉള്ളിൽ വരുന്നത്. ഇതിന്റെ മുന്താണി വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിന്റെ മുന്താണി. ഇതിന്റെ കാലിന്റെ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഈ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഇവിടെ റേറ്റ് ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമുക്ക് ഈ സാരികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, അടിപൊളിയാണ് അല്ലേ. ഇതും ഹാൻഡ്ലൂമിൽ വരുന്ന സാരി. ഹാൻഡ്ലൂം റിപ്ലിക്ക. എന്ത് രസമാണ് കാണാനല്ലേ. ടെമ്പിൾ തന്നെ കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഓറഞ്ച് ബോർഡറും കൂടിയാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് വലിയൊരു പല്ലുകൊണ്ട് ജരി കൊടുത്തിരിക്കുന്നത്. കല്യാണത്തിനൊക്കെ
നമുക്ക് ഹാൻഡ്ലൂമിൽ തന്നെ പോകണമെന്ന് ആവശ്യമില്ല. അതെ, നമുക്ക് പവർ ലൂമിലും ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് കൊണ്ട് അവൈലബിൾ എടുക്കാനായിട്ട് പറ്റൂല്ലേ. അതെ. അപ്പൊ ബ്ലൗസിലും നമുക്ക് ഇതുപോലത്തെ ഹാൻഡില് വർക്ക് വരുന്നുണ്ട് ബ്ലൗസിൽ. സൂപ്പർ ഉണ്ടല്ലോ. ഇതിന്റെ ബ്ലൗസിലും ഇതുമാരെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 3/4 ഇടാൻ കിട്ടും. 3/4 ഹാൻഡിലൊക്കെ കിട്ടുന്നതാണ് അല്ലെ. ബോർഡറിൽ തന്നെ ടെമ്പിൾ വരുന്നത്. അത് വല്ലാണ്ട് വലിപ്പില്ലാണ്ട് ചെറിയ രീതിയിൽ അത്രയും വലുത് ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്ന ഒരു ഭംഗിയുള്ളൊരു സാരി. ടിഷ്യൂലാണ്. പക്ഷെ എന്നാൽ ടിഷ്യൂ പോലുള്ള ഒരു ഇതും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ആ സാരി. റോസ് ഗോൾഡ്, അതിൽ തന്നെ ഫ്ലോറലുടെ റോസ് ഗോൾഡ് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണിക്കണേ. ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കണേന്ന് തോന്നുന്നു. റോസ് ഗോൾഡിൽ വരുന്നതാണ്. മൊത്തം സാരി റോസ് അല്ലേ. ഇത് ബ്ലൗസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ പ്രിന്റിലാണ് വരണേ അല്ലേ. എംബ്രോയിഡറിയിൽ വരുന്നതാണല്ലേ. അതെ, റോസ് ഗോൾഡിൽ തന്നെ എംബ്രോയിഡറി വരുന്നതാണ് കേട്ടോ. ആ എംബ്രോയിഡറിയിൽ ആ വൈറ്റും കൂടി വരുമ്പോൾ ഒരു രസമാണല്ലേ കാണാനായിട്ട്. എല്ലാ എംബ്രോയിഡറിയിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വൈറ്റ് വരുന്നുണ്ട് കൂടുതൽ. ഫ്ലോറിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. മുന്താണിയിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മുന്താണി കുറച്ചും കൂടി ഭംഗിയില്ലേ, നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ടല്ലേ. ഇതൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടണേ. നോക്കി ഹാൻഡ്ലൂം ആണെന്ന് തോന്നിക്കണ പോലെയുള്ള പവർ ലൂമിൽ വരുന്നതാണ്. അടിപൊളി സാരിയാണ് കേട്ടോ. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ണും പൂട്ടിയെടുക്കാം. അത്രയും റേറ്റ് കുറവും കൂടിയാണ് കേട്ടോ. ഇത് എംബ്രോയിഡറി അല്ലേ. എംബ്രോയിഡറി സാരിയാണ്. എംബ്രോയിഡറിയിൽ നമുക്ക് ഇത്രയും വലിയ വർക്ക് നമ്മൾ നേരത്തെ കണ്ടില്ല. ഇത് ഓരോ സാരികളും ഓരോന്ന് വ്യത്യസ്തമാണ് കേട്ടോ. ഈ നല്ലോണം വർക്കിലാണ് വരുന്നത് കണ്ടോ. അതിന്റെ ബോർഡർ ഒക്കെ നോക്കി എന്തൊരു ഭംഗിയിലാ വർക്ക് വന്നിരിക്കണേ. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും കൂടിയിട്ടാണ്. അതിന്റെ ബോഡിയിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഗോൾഡന്റെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ നേരത്തെ വലിയ എംബ്രോയിഡറി ആണ് കണ്ടായിരുന്നത്. ഇത് ചെറുതല്ലേ, ചെറിയ എംബ്രോയിഡറി വർക്ക്. അതും നമ്മുടെ മുന്താണിയും അത്ര ഹെവി അല്ല. ഇങ്ങനെയാണ് വരണേ. വൺ സൈഡ് ബോർഡറിലാണ് വരണേ. മുന്താണിയിൽ ഈ ഒരു ഡിസൈൻ ആണ് വരണേ. അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി അല്ല. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇനിയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അക്ഷരമാല സാരി ടിഷ്യൂല് വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു വർത്തുണ്ടാന്ന് തോന്നുന്നു അല്ലേ. ഇത് അതെ, കാണുന്നത്. ഇത് പിന്നെ ക്രോസ് സ്റ്റിച്ചിന്റെ ആ എംബ്രോയിഡറി സാരി തന്നെ ഒരു റോസിന്റെ ഒരു ഇതിന്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇത് നന്നായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് എൻക്വയറി വരുന്ന സാരീസ് ആണല്ലേ. എൻക്വയറി വരുന്ന സാരീസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഏത് ടൈപ്പ് സാരീസ് ആണ് കൂടുതലും എൻക്വയറി എങ്ങനെയാ വരുന്നത്? നമുക്കിപ്പോ എല്ലാത്തരം നമുക്ക് ചോദിച്ചു വന്നാ വെച്ചാൽ ഇതില്ല അതില്ല നമുക്ക് പറയാൻ ഏതുമില്ല. എല്ലാ സാരീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ചോദിച്ചു വരുന്നത് ഇപ്പൊ ഈ പ്രാവശ്യം കൂടുതൽ ചോദിച്ചു വരുന്നത് ലോട്ടസിന്റെ ആണ് കൂടുതൽ ചോദിച്ചു വരുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് നോർമലായിട്ട് എപ്പോഴും ഈ സെൽഫ് ഡിസൈൻ പോകുന്നത് ഇതൊക്കെ എപ്പോഴും പോകുന്നതാ. പിന്നെ ഒരു തെയ്യം നമ്മൾ പറഞ്ഞെങ്കിലും തെയ്യത്തിന്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതും നല്ല രസമുണ്ടല്ലേ കാണാൻ. ഡിജിറ്റൽ പ്രിന്റിൽ വരണതല്ലേ. വാവ്, നോക്കി എന്തൊരു ഭംഗിയാ കാണാനായിട്ടല്ലേ. ആ ഡിജിറ്റൽ പ്രിന്റ് നല്ല ഫിനിഷിംഗ് ആണല്ലേ കാണാൻ. ഓരോ സാരിക്കും പ്രത്യേക ഒരു ഫീൽ കൊടുക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അത്. ഡിജിറ്റൽ പ്രിന്റിൽ തെയ്യത്തിന്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ആ ഗോൾഡും കൂടി വരുമ്പോൾ അടിപൊളിയാണ്. ഇപ്പം നമ്മൾ കുറേ കളക്ഷൻസ് ഇതും പിന്നെ ഒരു കോട്ടണിലെ കാണിച്ചായിരുന്നു. അത് നല്ല ഒരു ബോർഡർ കണ്ടു കഴിഞ്ഞാൽ ടിഷ്യൂന്റെ ചെറിയൊരു ബോർഡർ ഇവിടെ ഈ ബോർഡറിലും കൂടി വന്ന കാരണം കൊണ്ട് നല്ല രസം, നല്ല ഭംഗി. റേറ്റും വളരെ കുറവാണ് കേട്ടോ. റേറ്റ് ഇവിടെ കാണാം പക്ഷെ പറയാൻ പറ്റില്ല. എന്നാലും റേറ്റ് നല്ലൊരു കുറവിലാണ് വരണത്. കണ്ട ഇങ്ങനെയാണ് അതിന്റെ ബോഡിയിൽ വരണേ. കണ്ട നന്നായിണ്ട് അല്ലേ. ആ ബ്ലാക്ക് ചെറിയ വർക്കായ കാരണം കൊണ്ട് ഒരു പ്രത്യേക രസം കാണാനായിട്ട്. അപ്പൊ ഇനി ഈ വരിയിലുള്ളതൊന്നും നമ്മൾ കണ്ടു പോയിട്ടുള്ളതിന്റെ തന്നെ വേറെ മോഡലുകളാണ്. ഇതൊക്കെ കാണുന്നതൊക്കെ ഇതിന്റെ വേറെ മോഡലുകളാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ്. ഇത് നന്നായിട്ടുണ്ട് അല്ലേ. ഓരോന്നും വ്യത്യസ്തമാണ് കേട്ടോ. നോർമൽ കഥകളിന്റെ അതെ, നല്ല ഭംഗിയുണ്ടാവും. നല്ല ട്രെൻഡിങ് ആയിട്ട് മ്യൂറൽ പോലെ തന്നെ വരണ ഒരു കഥകളി അല്ലേ. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല നല്ല സാരികളുണ്ട്.
സൺഫ്ലവറിന്റെ ഒരു സാരി അതിലെ നമുക്ക് ഒരു റെഡ് കളർ കൂടി വന്നപ്പോ നമ്മൾ നേരത്തെ ബ്ലാക്ക് ആ കണ്ടത്, പക്ഷേ ഇത് ഇപ്പൊ ഒരു റെഡിലാണ് പ്രിന്റ് ആയിരുന്നു. ഇത് എംബ്രോയിഡറിയിലാണ്. സാരി ഉള്ളിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബോർഡറിലും വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇതാ നമ്മുടെ ബോർഡറിലും ബോഡിയിലും ഒക്കെ ഇതുമാരെ വർക്കുകൾ വരുന്നുണ്ട് കേട്ടാ. അടിപൊളി അല്ലേ. സെറ്റ് മുണ്ടിലേക്ക് ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് നമ്മള് സെറ്റ് സാരിയുടെ ആക്ച്വലി ഞാൻ നിവർത്താത്ത സാരികൾ മുഴുവനും നമ്മള് കണ്ടുപോയിക്കൊണ്ടിരുന്ന സമയമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കുറെ ടൈം ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാ സാരികളും നിവർത്തിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും അതുമാതിരി തിരിച്ചിങ്ങോട്ട് വാട്സപ്പ് ചെയ്യാനും ഒക്കെത്തിനും സൗകര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും നിവർത്തി കാണിച്ചത്. അപ്പൊ നമ്മുടെ ടിഷ്യൂന്റെ സാരിയും കോട്ടന്റെ സാരീസിന്റെ സെക്ഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ ഒരു ധാവണിയുടെ കുറച്ച് കളക്ഷൻസും കൂടി പിന്നെ കാണിച്ചു തരാം. പിന്നെ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസും കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ ധാവണിയിലേക്ക് പോവാം. ധാവണിയുടെ കുറച്ച് കളക്ഷൻസും കൂടി കാണാട്ടാ. അപ്പൊ ധാവണി കളക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പൊ ധാവണി കളക്ഷനിൽ വരുന്ന 2 ട്രെൻഡിങ് മോഡൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ലോട്ടസിൽ വരുന്നതാണ്, നല്ല ഭംഗിയുള്ളതാണ് കാണാനായിട്ട്. ഇത് ചന്തേരി അല്ലേ, ചന്തേരി സിൽക്സിൽ വരുന്ന ഒരു ധാവണിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഈ ലോട്ടസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുണ്ടെങ്കിലും ഒരു ടെമ്പിളിന്റെ ഇവിടെ വരുന്നുണ്ട്, ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ടെമ്പിൾ ബോർഡർ ആണ്. ഇതിന്റെ ബ്ലൗസ് നോക്കി കഴിഞ്ഞാൽ ഫുള്ളും ഈ വർക്ക് വരുന്നുണ്ട്. കൊടുത്തിരിക്കുന്നത് ആക്ച്വലി നമുക്ക് ഉടുത്തി കണ്ട ഒരു ഭംഗി കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫിനിഷിങ്ങും ഭംഗിയും കാണുന്നത്. നോക്കി ഇത്രയും വലിയ ഈ ഒരു ഇതിന് നമുക്ക് ഇത്രയും ഇത് വരുന്നുണ്ട്, ബാക്കിൽ നമുക്ക് ഇത്രയും നമ്മളിങ്ങനെ ഉടുപ്പിച്ചു വെച്ചിരിക്കണേ. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഞാൻ ഹീൽസ് ആണ് ഇട്ടേക്കണേ. അപ്പൊ ഇത്രയും ഹൈറ്റിലാണ് വരണേ. അതിന് ഇത്രയും ഇതുണ്ടെങ്കിൽ തുണി അത്യാവശ്യം നല്ല വീതിക്കും വലിപ്പത്തിലും ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്ക് അടിപൊളിയായിട്ട് ഉടുക്കാം. ഈ ഒരു ഓണത്തിന് സാരി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ടസ് ട്രെൻഡിങ് ആയ കാരണം കൊണ്ട് ധാവണിയിലും പിള്ളേരൊക്കെ കുറെ ആൾക്കാർ അപ്പൊ നമുക്ക് ലോട്ടസിന്റെ ഇതിൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു വീഡിയോ വരുമ്പോ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ധാവണി സെറ്റ് ഉണ്ടോ, ധാവണി സെറ്റ് ഉണ്ടോ. അപ്പൊ ധാവണിയുടെ കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു മോഡലാണ് ഇത്. ഇനി ഈ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് അജ്രക്കില് ഇപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു ഐറ്റം കൂടിയിട്ടാണ്. കോംബോ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഷർട്ടിന്റെ കോംബോ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷർട്ടിലും നമുക്ക് ഇതുമാരെ തന്നെ വരുന്നുണ്ട്. ഷർട്ടിലും നമുക്ക് ഇതുമാരെ വരുന്നുണ്ട്. ഇതിനും അത്യാവശ്യം നല്ല വീതിക്ക് തന്നെയാണ് വരുന്നത്. പ്ലീറ്റഡ് ആണ് കേട്ടോ ഇതിന്റെ പാവാട വരുന്നത്. എങ്ങനെയാ വരുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഇനി നമുക്ക് ഓരോ കളക്ഷൻസ് നമുക്ക് വേറെയും കാണാം അല്ലെ. ധാവണിയുടെ തന്നെ ഒത്തിരി കളക്ഷൻസ് വേറെ ഉണ്ട്, അതും കൂടി കാണാം. അപ്പൊ ധാവണി സെറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലാക്കിൽ തന്നെയാണ് അല്ലെ. ബ്ലാക്കില് ഇതിപ്പോ നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓണം എന്ന് മാത്രമല്ല കേട്ടോ, ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു ജോർജറ്റിലാണ് വരുന്നത് കണ്ടോ. നല്ല ജോർജറ്റിൽ വരുന്ന ഒരു ബ്ലാക്കിലാണ് വരുന്നത്. സെമി സ്റ്റിച്ച് അജ്രക്കിന്റെ ഒരു ഡിസൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇതിന്റെ സ്കേർട്ട് വരുന്നത്, ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത്. അത് നമുക്ക് സ്ലീവിലേക്കാണോ ഇത് സ്ലീവിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ. ഇനി സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സ്കേർട്ടും തയ്ക്കാം. ഇതങ്ങനെ വരുന്ന ഒരു മോഡല്. അതിന് വിത്ത് ഷോൾ അടക്കാൻ വരുന്നുണ്ട്. ധാവണി നമുക്ക് വരുന്നത് ബ്ലാക്കിലാണ്. ഇങ്ങനെ വരും കണ്ടോ, ഈ ടൈപ്പിൽ വരിക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലാക്ക് ആയ കാരണം ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പൊ നമുക്ക് സെയിം അതിൽ തന്നെ കോട്ടണില് വരുന്നത് അല്ലേ. ഇത് നമ്മൾ ജോർജറ്റ് ആണ് കണ്ടത്. ഇത് വന്നിട്ട് ഫുള്ളും അജ്രക്കിലാണ് ഫുള്ളായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ബ്ലാക്കിലാണ് കണ്ടേ. ഇത് കണ്ടപ്പോ എനിക്ക് എത്ര തോന്നിയില്ലെങ്കിലും എടുത്തപ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നിവർത്തിയപ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ടിഷ്യൂല് വരുന്നത്. ഇത് നമുക്ക് ഓണത്തിന് ധാവണി ട്രെൻഡ് ആയിട്ടുള്ളവർക്ക് ഇതും അടിപൊളിയാണ്. പിന്നെ ബ്ലൗസ്. പിന്നെ നെക്സ്റ്റ് കളറിൽ തന്നെ നമുക്ക് വേറെ ഒരു പാറ്റേണും കൂടി. ഇതും എനിക്ക് ജോർജറ്റിൽ തന്നെയാണ്. ഇതും ജോർജറ്റിൽ വരുന്ന നല്ലൊരു കളറ്. ഷോളും ബ്ലൗസും ഇങ്ങനെ വരും. ബ്ലൗസ് വിത്ത് ഷോള്. ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും തയ്ച്ചിടാം, അല്ലെങ്കിൽ ധാവണിയായിട്ട്. നല്ലൊരു പിങ്ക്, നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ഫ്ലീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ.
നല്ലൊരു വലിപ്പത്തിലാ വരണേ. ഈ ഫ്ലീറ്റ്സ് ഒക്കെ നല്ല അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് നല്ലൊരു വലിപ്പം ഉണ്ടല്ലേ. ഈ ധാവണി നല്ലൊരു ഇതിലാ വരണേ. കണ്ട ഈ പാവാട തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നല്ലൊരു ബനാറസി ടൈപ്പ് ആണ്. ആക്ച്വലി പറഞ്ഞു വെച്ചാൽ ബനാറസി ഡിസൈനിന്റെ തന്നെയാണ് വരുന്നത്. ഷോൾ, ഇതാണ് അതിന്റെ ഷോൾ. ബനാറസി ടൈപ്പ് ആണ് ഷോൾ വരുന്നത്. ബ്ലൗസും ഇതാണ് അതിന്റെ കോഡ്. നല്ല കളറാണല്ലേ. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലൂവിന് പകരം കളേഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നല്ല കളറാണല്ലേ. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലൂവിന് പകരം കളേഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇനി അതിൽ തന്നെ ബ്ലാക്ക് അല്ലേ. ഇതാണ് ബ്ലാക്കിൽ വരുന്നത്. ബ്ലാക്കും ചെക്കിലല്ലേ. അതെ, ബ്ലാക്കും ക്രീം. ഇതിന്റെ ബോർഡർ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. നമ്മുടെ ബ്ലൗസിന് ജോർജറ്റ് തന്നെയാണ് വരുന്നത് അല്ലേ. ഇതിലെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ബ്ലൗസ് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമുക്ക് ആ ബോർഡർ പിന്നെ സ്ലീവിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ബോർഡർ. ഇനി നമ്മൾ സാരിയിൽ കണ്ടു നമ്മുടെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ലോട്ടസ്. അങ്ങനെ തന്നെ നമുക്ക് അതേ സെയിം സാധനം നമ്മുടെ ധാവണിയിലും കൂടി വരുന്നതാണ് അല്ലേ. ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ്. ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു സംഭവമാണ്. ഉണ്ടോ? ഈ ഒരു കെട്ടില് നല്ലോണം വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഹൈലൈറ്റ് ആണ് അല്ലേ. ഇതാണ് അതിന്റെ ഷോള്. ഷോളിൽ നമുക്ക് നോക്കി കഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ടസൽസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. നല്ല ഭംഗിയുള്ള ഒരു ടസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇനി ധാവണിയുടെ കളക്ഷൻസ് കാണിച്ചൊന്നുമില്ല എന്നുള്ളൊരു പരാതി പാടില്ല. നല്ല കളക്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ 1-2 പീസുകൾ മാത്രമേ ഇങ്ങനെ കാണിക്കണുള്ളൂ. പക്ഷെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതും ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് തന്നെയാണ് അല്ലേ. ആ ഗോൾഡിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ വർക്ക് കണ്ടോ, അടിഭാഗത്താണ് വർക്ക് മൊത്തത്തിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഗ്രീൻ ആണ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ്. ഓക്കെ, ബ്ലൗസ് ഇങ്ങനെ വരും. ഇത് അതിന്റെ ഷോള്, ഇതിന്റെ സ്കേർട്ട്. ഇനി ഹാൻഡ്ലൂമിൽ തന്നെ അല്ലേ കളർ. അതെ, കളറിന്റെ അതിന്റെ കളേഴ്സ് ഒന്നും വേണ്ട, ഗോൾഡൻ മാത്രം മതി എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഷോളും ബ്ലൗസും കൂടിയിട്ട് കേട്ടാ. നെക്സ്റ്റ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിൽ വർക്ക് വരുന്നത് ഷെൽ വർക്കാണ് വരുന്നത് അല്ലേ. അതെ, ചെറിയൊരു ഷെൽ വർക്കിലാണ് വരുന്നത്. ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ്. കട്ട് വർക്കിൽ വരുന്ന ഷോളാണ് അല്ലേ. ഇതിന്റെ ഈ ഒരു വർക്കാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണേ. ഇതിനൊക്കെ റേറ്റ് നമുക്ക് ഏകദേശം എത്രയാണ് വരിക? ഇതൊക്കെ ഒരു 1500 അബോവ് വരുന്ന ധാവണീസ് ആണ് കേട്ടോ. നല്ല കളേഴ്സ് ആണ് കേട്ടോ. നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാൻ ധാവണിയുടെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണിച്ചു തരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. സാരിയിലും കൂടി വരുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു കട്ട് വർക്കിൽ വരുന്നത്. അത് നമ്മൾ ധാവണിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. പ്ലീറ്റഡ് ആയിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഈ പ്ലീറ്റ്സ് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഷോള് കുറച്ചും കൂടി ഭംഗിയുള്ളതാണ് അല്ലേ. നല്ല ഗോൾഡിൽ വരുന്ന ഷോള്. അതിൻ്റെ സൈഡിൽ നമുക്ക് ബോർഡറിൽ വരുന്നുണ്ട്. അതുമാതിരി തന്നെ ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ. ഈ സെയിം ബോർഡർ തന്നെയാണ് ബ്ലൗസും വരുന്നത്. ഒരു ഓർഗൻസ ടൈപ്പിൽ. ഓർഗൻസയിൽ ചെക്ക്. ഇതിൻ്റെ കളേഴ്സുകൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു കളറാണ് അല്ലേ. ഇതിൻ്റെ ഷോളാണ് കുറച്ചും കൂടി ഹൈലൈറ്റിൽ നിൽക്കണേ കേട്ടോ, മെറൂണിൽ അല്ലേ. അതെ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അതേ കട്ട് വർക്കിൽ തന്നെയാണ് ഷോള് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡാണ് ഈ കട്ട് വർക്ക് എന്ന് തോന്നുന്നു. ഇങ്ങനെ കാണാൻ നോക്കി ഷോളൊക്കെ എന്ത് രസമാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ചെക്കിലാണ് വരുന്നത് കേട്ടോ. നല്ല ഓർഗൻസയിലാണ്. ഇങ്ങനെ കുത്തിത്തറയ്ക്കണ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലൈൻസിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളത്. ചെറിയ ചെറിയ ലൈൻസിൽ. ഇതിൻ്റെ ബോർഡറിൽ മാത്രമാണ് വർക്ക് വരുന്നത്. കണ്ടോ, ബോർഡറിൽ. ഷോള്, ഇത് ബ്ലൗസ്. ഒരു ചെമ്പരത്തി പൂ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ്. ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ധാവണി കേട്ടാ. അതിൻ്റെ ഇവിടെയൊക്കെ ലൈൻസാണ് വരുന്നത്. ഷോള് വന്നിട്ട് പ്ലെയിൻ ആണ്. ഷോൾ ഇങ്ങനെ ബ്ലാക്കിൽ പ്ലെയിനാണ് വരുന്നത്. വർക്കൊന്നുമില്ല. അത് ധാവണിയിൽ വരുന്നുണ്ടല്ലോ, സ്കേർട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ സിമ്പിളാണ്. ബ്ലാക്കാണ് ബ്ലൗസ്. ഇത് കുറച്ചും കൂടി വെറൈറ്റി ആണ് അല്ലേ. ഈ ഓണത്തിന്റെ ധാവണി കളക്ഷനിൽ നല്ലൊരു രാജസ്ഥാനി വർക്ക് പോലത്തെ ഫുൾ നല്ല എംബ്രോയിഡറി സീക്വൻസ് വർക്ക് കൂടിയാണ്. അതായത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ല ഗ്രാൻഡ് ആണ്. ആക്ച്വലി ഇപ്പൊ ഇത് നമുക്ക് ഓണത്തിന് അല്ലാണ്ട് മാരേജ് ഫംഗ്ഷൻസിന് ഉപയോഗിക്കാം. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് കൂടി. അതെ, ഫുള്ളും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വർക്കാണ്. ഫുൾ എംബ്രോയിഡറി വർക്ക്. ഷോള് ഇതാണ് ബ്ലൗസിന്റെ
ബ്ലൗസിലും അത്യാവശ്യം അത്യാവശ്യം ഫുള്ളും വർക്കിലാണ് വരുന്നത്. കണ്ട ആ വർക്കാണ് നല്ല രസം കേട്ടോ. നമുക്ക് ഒരു 3-4-5 കളേഴ്സ് അവൈലബിൾ ആണ്. മെറൂൺ, ഗ്രീന്, നേവി ബ്ലൂ, ബ്ലാക്ക്, ഈ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരിട്ട് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. അതിന്റെ കളർ ഇവിടെ ബ്ലാക്കിൽ വരുന്നുണ്ട് കണ്ടോ. ഓരോ കളേഴ്സിനും ഓരോരോ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ നല്ല ഫ്ലീറ്റ്സോടി കൂടിയാണ്. അതെ, ഇതില് നല്ല ഇങ്ങനെ നമുക്ക് ശരിക്കും ഒരു അംബർല പോലെ തോന്നുമെങ്കിലും അതുമാരടുപ്പിച്ച് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ വരുന്ന നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ധാവണിയുടെ നമ്മൾ കുറച്ച് കളക്ഷൻസ് ആണ് കണ്ടത്. കുറേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു റാക്കിൽ മുഴുവനും ധാവണി കളക്ഷൻസ് ആണ്. അപ്പോൾ കാണിക്കാത്ത കുറേ മോഡൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ. ഇനി നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടിലേക്കാണ്. അപ്പൊ സെറ്റ് മുണ്ട് കാണാം. അപ്പൊ സെറ്റ് മുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ ഇവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട്. ഒരു സെറ്റ് മുണ്ടിൽ നിൽക്കുന്നത് ലോട്ടസിന്റെ സെറ്റ് മുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആണ്. അപ്പൊ നേരെ നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് കടക്കാം. സെറ്റ് മുണ്ടിന് ഞാൻ നേരത്തെ അവിടെ കാണിച്ചു, അതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ വെറൈറ്റിയുടെ വേറെയും കുറെ കളക്ഷൻസ് ഉണ്ട് അല്ലേ. അതൊന്നും കൂടാണ്ട് തന്നെ നമ്മൾ കുറച്ച് കളക്ഷൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും ട്രെൻഡിങ് മുള്ളോത്താണ് അല്ലെ. മുള്ളോത്ത് കളക്ഷൻസിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ സെറ്റ് മുണ്ട് കളക്ഷൻ പോണത്. അപ്പൊ മാന്തിക്കര എന്നാ പറയാ. ഇതിന്റെ മാന്തിക്കര അല്ലെ. ഓക്കെ, മാന്തിക്കര പ്രത്യേക തരം പേര് അല്ലേ. ഞാൻ കേട്ടിട്ടില്ല ആ പേര്. പക്ഷെ ഇതിന്റെ ബോർഡറിൽ ഇവിടെ ചെറിയൊരു ചെക്ക് വരുന്നുണ്ട്. നല്ലൊരു കളറ്. സെയിം ഇതിനോട് തുണിയോട് കൂടി തന്നെ വരണതാ അല്ലെ. ബോർഡറും കൂടി അതാണ് വീവിങ് ആണ്. ഓക്കെ, അതാണ് സോഫ്റ്റ് ആണ്, കനം കുറവാണ്, ഭയങ്കര സുഖം എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഈ ട്രെൻഡ് ഇപ്പോ കുറച്ചും കൂടി ട്രെൻഡ് ആയിട്ടുള്ളത് ആയിരിക്കണത് അല്ലെ. ആ സെക്ഷൻ മുഴുവനും നമുക്ക് കളർ ചേഞ്ചസ് ആണ് അല്ലെ. ഇതിന്റെ ഇപ്പൊ നമ്മള് വയലട്ട, പിന്നെ അവിടുത്തെ കളർ ചേഞ്ചസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കും ഈ കുത്താമ്പുള്ളിക്കാരും എല്ലാം വേറെ ആൾക്കാരില്ല അല്ലേ. വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടില്ല ഇത്രയും കളക്ഷൻസ്. അത്രയും കളക്ഷൻസ് ആണ് ഇതിൽ പോൾക്ക വരുന്ന ബോർഡറിൽ വരുന്നത് അല്ലെ. ഇതൊരു നല്ല റെഡ് പോലത്തെ കളറിലാണ്. ഇതിന്റെ കരയും സെയിം ഇതിനോട് ഇങ്ങനെ ആയിരിക്കും കര വരിക. വേറെ ഒന്നുമില്ല. ഇത് സിമ്പിൾ ആണ്, പക്ഷെ ഉടുക്കാൻ ഭയങ്കര സുഖമാണ് അല്ലെ. അതാണ് ഈ മുള്ളൂത്തിന്റെ ഏറ്റവും ഉടുക്കാൻ സുഖമാണ്. അതുമാതിരി തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉടുക്കാനും എളുപ്പമാണ്. എക്സ്ട്രാ ലെങ്ത്. ഇത് നോക്കിയാൽ നല്ല രസമുണ്ട്. ഡബിൾ കളറിലാ വരണേ. നല്ല ഭംഗിയുള്ള ഒരു. പിന്നെ അത് അമ്പലത്തേക്കൊക്കെ പോകുമ്പോ നാരായണ നമുക്ക് അതെ. നമ്മള് കൂടുതൽ ഇപ്പോ ഈ കർക്കിടക മാസത്തിലാണ് കുറച്ചും കൂടി ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ കർക്കിടക മാസത്തില് ഇങ്ങനെ ഒരു സാരി നമുക്ക് ഒരു ദിവസമൊക്കെ ഇങ്ങനെ നല്ല ഒരു ട്രഡീഷണൽ ആയിട്ട് പോവാനായിട്ട്, അതെ, ഗുരുവായൂർക്കൊക്കെ പോകുമ്പോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റും ഉണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ടുള്ളത് ഇത് അതുമാതിരി ഇതും നന്നായിണ്ട്. കട്ടിക്കര അല്ലെ. അതെ, ഇത് കുറച്ചും കൂടി കട്ടിയിലാണ് ഇതിന്റെ കര വരണേ. പിന്നെ ഇതാ നമ്മുടെ പുളിയിലക്കര ഭയങ്കര നൈസാണ് അല്ലേ. ഇത് രസം കാണാനായിട്ട്. ഇതൊക്കെ 2.80 ഉണ്ട്. അതെ, 2 മീറ്ററും 80 ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് വരും അല്ലേ. ഇത് നല്ല ലെങ്ത്തിൽ വരുന്നതാണ്. എത്ര വണ്ണുള്ളവർക്കും ഉടുക്കാൻ പറ്റിയിട്ടുള്ള. പിന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെറിയൊരു കസവും കരയും കൂടി വരണത്. ഇത് നല്ല എന്താ പറയാ, നല്ല ക്വാളിറ്റിയാണ്. നല്ല കനൊന്നും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റിയാണ്. സ്പെഷ്യൽ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചെറിയതാണ്. ബോർഡറിൽ മാത്രം ചെറിയൊരു വർക്കാ വരണുള്ളൂ. പക്ഷെ എന്ത് രസമാണല്ലേ ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉടുക്കാം. ഇതൊരു ലാവൻഡർ കളറിൽ വരണതാ കണ്ടോ. ചെറിയൊരു ഗോൾഡിന്റെ വർക്കൊക്കെ ആയിട്ട്. 2.80 കേട്ടോ ഈ ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ. ഇത് നന്നായിണ്ടല്ലേ. ഇനി ഗോൾഡ് വേണം എന്നുണ്ടെങ്കിൽ, ഗോൾഡിന്റെ ആ ഒരു ഇത് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും ഉണ്ട്. സെറ്റ് മുണ്ടിൽ ഇവിടെ ഒത്തിരി കളക്ഷൻസ് ആണ് കേട്ടോ. അതേ കണ്ടോ, ഇതിന്റെ വേഷ്ടി അല്ലേ. പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടി ഗോൾഡ് കുറച്ചും കൂടി കനത്തില് അല്ലെ. ഇത് ഈ കളർ ഇപ്പൊ വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ്. ഈ രണ്ട് കോമ്പിനേഷനും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ പണ്ട് എനിക്ക് അമ്മയെ കൊടുത്തത് ഓർമ്മയുണ്ട്, പണ്ടത്തെ. അതിപ്പോ വീണ്ടും വന്നു തുടങ്ങി. പിന്നെ ഒരോടനെ ഭയങ്കര ഔട്ടായി പോയ ഒരു കളറായിരുന്നു ഇത്. പക്ഷെ ഇതിപ്പോ വീണ്ടും വന്നിട്ടുണ്ട്. ഇനി ബ്ലാക്കിലാണ് കേട്ടോ. സെറ്റ് മുണ്ട് ബ്ലാക്കിൽ വരുന്നതാണ്. അത്യാവശ്യം വർക്കൊക്കെ വരുന്നതാണ് അല്ലെ. പ്രിന്റ് വർക്ക് വരുന്നതാണ് കണ്ട. അതിന്റെ സൈഡിൽ മൊത്തം ടെമ്പിൾ വർക്കിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ്. ഇതിന്റെ അടിഭാഗത്ത് അത്യാവശ്യം ചെക്കില് വരുന്നുണ്ട് കണ്ട. ഇങ്ങനെ ചെക്ക് വർക്കിൽ വരുന്നുണ്ട്. അത്യാവശ്യം പ്രിന്റ് വർക്കുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. നല്ല ബ്ലൂ എങ്ങനെയാ വരിക. കുറച്ച് ഭാഗത്ത് ചെക്ക് ഉണ്ട്, കുറച്ച് ഭാഗം പ്ലെയിനും ആണ്. അങ്ങനെ വരണതാ ഇത്.
പിങ്കും ബ്ലാക്കും കട്ടിക്കര. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, ഇതിൽ നമുക്ക് യൂണിഫോമും കൂടി അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. യൂണിഫോമും അവൈലബിൾ ആണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഡ്രസ് കോഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, കോളേജ് തിരുവാതിരക്കളിക്ക്. പിന്നെ അതുപോലെ അങ്ങനെയൊക്കെ കുറെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഡ്രസ് കോഡ് ആയിട്ട്. പിന്നെ കോളേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോ ഓണത്തിന് തന്നെ ഒരു ടീമായിട്ട്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടതിന് തന്നെ ബ്ലാക്കിൽ കണ്ടു, അല്ല ബ്ലൂവിൽ കണ്ടു, അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രെൻഡിങ് കളറിൽ നിൽക്കുന്ന ഒരു കളറാണ്. അതിന്റെ തന്നെ വെറൈറ്റി, കുറച്ചും കൂടി ഗോൾഡും ഗ്രീനും കൂടിയിട്ട് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. ഇത് ലൈനായിട്ട് വരണത് അല്ലേ, സ്ട്രൈപ്പിൽ വരുന്നതാണ്. മെറൂണിലാണ് വരുന്നത്. അതിന്റെ ബോർഡറിൽ ചെറിയൊരു പ്രിന്റും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ട, അതിന്റെ പെയർ. അതിന്റെ ബോർഡറൊക്കെ ഇതാ ഇങ്ങനെയാ വരണേ. പിന്നെ ഇതും നന്നായിട്ടുണ്ട് ഈ ടെമ്പിളിൽ അല്ലേ, ഇതും നല്ലൊരു കളക്ഷൻ. നമുക്ക് നല്ല മൂവിങ് ഉള്ളതാണല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ബ്ലാക്കും നല്ലൊരു കിളിപ്പച്ചയും. ഇതില് നമുക്ക് ഒരു 6-7 കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അല്ല എല്ലാം കോമൺ ആയിട്ട് നമുക്ക് ആ ബ്ലാക്കിന്റെ ടെമ്പിൾ ഡിസൈൻ ആണ്. ബ്ലാക്ക് ഉണ്ടാവും, കളറിന് മാത്രം വ്യത്യാസം ഉണ്ടാവും. ഇത് കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു കളർ അല്ലേ. പിന്നെ ടാസൽസ് ഒക്കെ കൊടുത്തു. ഫ്ലോറലിന്റെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് സാരിയിൽ കണ്ടു, അതുമാതിരി തന്നെ സെറ്റ് മുണ്ടിൽ വരുന്ന ഫ്ലോറലിൽ വരുന്ന പ്രിന്റുകളാണ് കേട്ടോ. അത് മുഴുവൻ ഹാൻഡ് പ്രിന്റ് അല്ലേ. അതെ. ഇനി മ്യൂറലിൽ പ്രിന്റ് വരണമെങ്കിൽ അങ്ങനെയും വരുന്നുണ്ട്. അത് ഫുൾ ഗോൾഡിലായിട്ട് കേട്ടാ. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റ് ലോട്ടസിൽ വരുന്നതാണ് കേട്ടാ. അതിൽ കുറച്ചധികം കളേഴ്സുകളായിട്ടുള്ളത്. ഇത് ചെറിയൊരു വർക്ക് അല്ലേ, ചെറിയൊരു വർക്കിൽ വരണത്. നല്ല ഭംഗിയില് കാണാൻ. അധികം വർക്കുകളൊന്നും ഇല്ല, ചെറിയൊരു വർക്ക് വരണത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്ലൗസും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളറൊക്കെ മാച്ച് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും. ഗോൾഡിന്റെ വർക്കുകളൊന്നും ഇല്ലാതെ ബോർഡറും അതിനോട് കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. അജ്രക്കിന്റെ നമുക്ക് രണ്ട് ഭാഗത്തേക്കും വിത്ത് ബ്ലൗസ് അടക്കം വരുന്നതാ അല്ലേ. വിത്ത് ബ്ലൗസ് അടക്കം വരുന്നതാണ് സെറ്റ് മുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആഹാ, ഇതും ഭംഗിയ. ഇതെന്താ ഇങ്ങനെ? ഇത് സ്റ്റിക്കർ പ്രിന്റ് എന്നാ പറയാ. സ്റ്റിക്കർ പ്രിന്റിൽ വരുന്ന, പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്, നല്ല മിനുസാ ഇത്. സ്റ്റിക്കർ പോലെ ശരിക്കും കുട്ടികളുടെ ഒക്കെ ഡ്രസ്സിൽ കാണില്ലേ നമ്മള്, അതുമാതിരി സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളതാട്ടാ. ചെക്കിലാ വരണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ ബ്ലൗസോട് കൂടിയിട്ട്. ബ്ലൗസ് നന്നായിട്ടുണ്ട് അല്ലേ, നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ ബ്ലൗസ്. ഇനിയും കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മളിതേ വെറൈറ്റികളിലേക്ക് ഇങ്ങോട്ട് എത്തണമല്ലോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോർമൽ സാരീസ് നിന്നാണ് തുടങ്ങിയത്, പക്ഷെ ട്രെൻഡിങ്ങും കൂടി ആയിരുന്നു അത്. ഇപ്പൊ നമ്മൾ നേരത്തെ ആ സാരി അതേ ഇത് തന്നെ സെറ്റ് മുണ്ടില് കൂടി. ആഹാ, സൂപ്പർ. ഹായ് ബ്ലാക്കിൽ വരുന്നുണ്ട് കണ്ട. ആ ടസൽസ് ആണ് അടിപൊളി. ഇങ്ങനെ നന്നായി വർക്ക് വരുന്നതാണ്. ഉണ്ടാവുമ്പോ ആക്ച്വലി വേസ്റ്റിയാണ് ഫുൾ വർക്കിൽ വരുന്നത്. അതെ, മുണ്ട് വന്നിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സ്റ്റിക്കർ വർക്കിൽ തന്നെ വരുന്നത് അല്ലേ. ഒരു കഥകളിയുടെ സ്റ്റിക്കർ വർക്കിൽ വരുന്നതാ കണ്ടോ. അപ്പൊ ഇത് നമുക്ക് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പേപ്പർ ഇട്ടിട്ടാണ് അയൺ ചെയ്യാൻ. പേപ്പർ എന്തെങ്കിലും വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഈ കുഞ്ഞി ചെക്സ് ആണ്. അതെ, വിത്ത് ബ്ലൗസോട് കൂടി വരുന്നതാ കണ്ടോ. തുളസിക്കതിർ പിന്നെ ഈ പറഞ്ഞ പോലെ റൺ ഔട്ട് ആവാത്തൊരു സംഭവമാണ്. എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഐറ്റാണ്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. എത്ര ക്വാണ്ടിറ്റി ബൾക്ക് ഓർഡറുകൾ വന്നാലും നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. അതുമാതിരിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇതും ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കോഫി ബ്രൗണിൽ ടെമ്പിൾ ഡിസൈനിൽ ഗോൾഡിന്റെ വർക്കും കൂടി വരുന്നതാണ് കേട്ടോ. ഗോൾഡ് ബോർഡറോട് കൂടിയിട്ടുള്ളതാണ് കോഫി ബ്രൗൺ. കോഫി ബ്രൗൺ ഇപ്പോഴും ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നല്ല ഒരു മെറൂണില് ഒരു ഭാഗം ടെമ്പിളും ഒരു ഭാഗത്തേക്ക് ഡിസൈനും കൂടി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ടിഷ്യൂലേക്കാണ് പോകുന്നത്. ടിഷ്യൂലും ഇപ്രാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ടല്ലേ. കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ കോട്ടണിൽ മാത്രമാണ് ഇങ്ങനെ വർക്ക് വരുന്നത്, ടിഷ്യൂല് എന്താ ഒരു വർക്കും വരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂല് വേണം എന്നുള്ളവർക്ക് അല്ലേ. അതെ, ഇതേമാരെ മ്യൂറൽ ചെയ്യുന്ന മ്യൂറൽ വന്നിട്ടുള്ള ഒരു ടിഷ്യൂ സെറ്റും അതിൽ നമുക്ക് ഗോൾഡൻ കളറും ഇതും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേച്ചി നേരത്തെ ചോദിച്ചില്ലേ, അതെ അതെ, അതിന്റെ കളർ ചേഞ്ച്, ലൈൻസും കൂടി വരുന്നത് ഫുൾ ടിഷ്യൂലാണ് വരുന്നത്. ഫുൾ ടിഷ്യൂല് വരുന്നതാ അല്ലേ. അതെ, ഇതൊരു ഹാൻഡ്ലൂം ടച്ച് വരുന്ന ഒരു സെറ്റും ഉണ്ടാ. അതിന്റെ ബോർഡറും കുറച്ചും കൂടി ഹൈലൈറ്റാ. രണ്ട് സൈഡിലും ആ കളേഴ്സ്. അതെ, ഇങ്ങനെ രണ്ട് സൈഡിലും ആ കളർ വരുന്നുണ്ട്.
അത് കാരണം കൊണ്ട് ഇതും നല്ല ഭംഗിയാ കാണാൻ. ടെമ്പിൾ ഡിസൈൻ വരുന്ന സെറ്റുമുണ്ട് നല്ല ടെമ്പിൾ കളക്ഷനിൽ വരുന്നതാ. കണ്ട പായലിൽ വരുന്ന ഒരു സെറ്റുമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കോപ്പർ കുറച്ച് ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കോപ്പറിന്റെ കുറച്ച് കളക്ഷൻസ് കുറവാണ്. ആൾക്കാർ അവര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മള് ഇവിടെ കോപ്പറും കൂടി അവൈലബിൾ ആണ് കേട്ടോ. കോപ്പറിന്റെ കളക്ഷൻസും ഉണ്ട്. പക്ഷെ നമ്മള് ഈ ഒരു ട്രെൻഡുകളൊക്കെ ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ടാണ് നമ്മൾ ഇതേ കോപ്പറിന്റെ കളക്ഷൻ പറയുമ്പോഴേക്കും കോപ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ട്രെൻഡ് കുറച്ച് കുറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ അതിനൊന്ന് മാറ്റി വെച്ചത്. പക്ഷെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഇഷ്ടം പോലെയാണല്ലോ നമ്മളിപ്പോ കണ്ട ഡിജിറ്റലും അതുമാതിരി തന്നെ ലോട്ടസും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് സാരിയിലൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ സെറ്റും ഉണ്ടല്ലേ. അതെ, റെപ്ലിക്ക പോലത്തെ ഹാൻഡ്ലൂം റെപ്ലിക്കയാണ്. പിന്നെ ടിഷ്യൂല് തന്നെ ഒരു പ്രിന്റ് വരുന്നത്. മയിൽപ്പീലി ഇതുമാരെ തന്നെ എല്ലാവരും എൻക്വയറി വരുന്ന ഒരു ഡിസൈനാണ് മയിൽപ്പീലി ഡിസൈൻ. അതും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നന്നായിട്ടുണ്ട് അല്ലേ. ഇത് ഇവിടെ മാത്രമാണ് ഡബിൾ ബോർഡറിൽ കണ്ട ഡബിൾ സൈഡും വരുന്നുണ്ട്. ഇതും ഒരു ഹാൻഡ്ലൂം ജക്കാർഡിൽ വരുന്നതാ. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ശേഷം മാത്രം ഇപ്പൊ ഇവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കണുള്ളൂ. ഇതും ജക്കാർഡ് വർക്ക് തന്നെ, ജക്കാർഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ. ഇത് നോർമൽ ടെമ്പിൾ ഡിസൈനിൽ വരുന്നത് നന്നായിട്ടുണ്ട്. ഗ്രീൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഡിസ്പ്ലേയിൽ കണ്ട അതേ ഒരു സെറ്റുമുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമാതിരി ഇരിക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുമാതിരി ഇരിക്കും. ഇത് ഇതുമാതിരി തന്നെ ചെക്സിൽ വരണ ഒരു ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ്ലൂം റിപ്ലിക്ക. റേറ്റ് ഒക്കെ വളരെ റീസണബിൾ ആണ് കേട്ടോ. ഇതിനൊക്കെ ഒരു 1500 ബിലോ വരുന്ന സാരീസാണ്. ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫേവറേറ്റ് ആയതാണോ എന്നറിയില്ല ഈ ഒരു കളറ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. രണ്ട് കോമ്പിനേഷനും നല്ല കളർ കോമ്പിനേഷനാണ്. രണ്ട് കളറും എനിക്ക് പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആണ്. റേറ്റും വളരെ കുറവാണ്. നമുക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ടിഷ്യൂല് വരുന്ന പിങ്ക്. നെക്സ്റ്റ് ഇതൊരു ഇപ്പോഴത്തെ ഈ ഓണത്തിന് വന്നിട്ടേ ഉള്ളൂ. ലോട്ടസിന്റെ തന്നെയാണ്. കുറച്ചൊരു മ്യൂറലിൽ വരുന്ന ഒരു മോഡൽ അല്ലേ. മ്യൂറലിൽ തന്നെ ലോട്ടസിന്റെ വർക്ക് വരണത്. കഥകളി നമ്മളൊന്നും കാണിച്ചില്ല. അതിന്റെ ക്ഷീണം മുണ്ടില് ഇങ്ങനെ ഒരു കഥകളി എവിടെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താ വെച്ചാ അതായത് ബോർഡറോട് കൂടി വരുന്ന കഥകളിയുടെ ഒരു ഹാഫ് ഫേസ് അല്ലേ. കഥകളിയുടെ ഒരു ഹാഫ് ഫേസിൽ ബോർഡറോട് കൂടി തന്നെ വരുന്നതാണ് കേട്ടോ. ഇതിന്റെ മുണ്ട് വരുന്നത് സെറ്റ് മുണ്ട് അതിന്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കഥകളിയുടെ ഒരു പകുതി ഒരു ഫേസ് ഉണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ വേഷ്ടിയായിട്ട് മുകളിലേക്ക് കൊടുക്കണത്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന കുറച്ചും കൂടി കുഞ്ഞേ ലോട്ടസ് ആയിട്ട് വേറെയും കുറെ പൂക്കൾ അതിന്റെ കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മുന്തിന്റെ പോഷൻ വരുന്നത്. ഓക്കെ. ഇനി കോട്ടണില് അജ്രക്കിന്റെ ഇതിന്റെ ഇടയിൽ ഇരുന്നിടുന്നതാണ് അല്ലേ. കോട്ടണിൽ അജ്രക്കിന്റെ നല്ല ഭംഗിയുണ്ട്. ഈ ബോർഡർ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം. അതെ, നന്നായിട്ടുണ്ട്. പക്ഷേ കേട്ടാ ബ്ലൗസ് വിത്ത് ബ്ലൗസ് അടക്കം വരുന്നത്. അതെ. അപ്പൊ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ സെക്ഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് എന്താണ് കാണാനായിട്ട് പോണേ? കിഡ്സിന്റെ എന്താ വെച്ചാൽ ഏതൊരു ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കിഡ്സിന്റെ കളക്ഷൻസ് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ആൾക്കാർ കിഡ്സിന്റെ ഇവിടെ തെരഞ്ഞു വരുന്നുണ്ട്. ഇവിടെ എവിടെയും കിട്ടത്തില്ല. ആൺകുട്ടികൾക്കുള്ളതുണ്ട്, പെൺകുട്ടികൾക്കുള്ളതുണ്ട്. അപ്പൊ അതിന്റെ പട്ടുപാവാട, അതുമാതിരി ഫ്രോക്ക്, പിന്നെ നമുക്ക് പിള്ളേർക്ക് പറ്റിയ ടോപ്സ്, അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ബ്ലൗസിന്റെ മെറ്റീരിയൽസും വരുന്നുണ്ട്. മുറിച്ചു വാങ്ങാൻ പറ്റിയിട്ടുള്ള ബ്ലൗസിന്റെ ബ്രൊക്കേഡ് ബ്ലൗസുകളാണ് കേട്ടോ. പിന്നെ വരുന്നൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോ ഓൺലൈൻ പർച്ചേസ് ഒന്നും അല്ലാതെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അത് എന്തൊക്കെയാന്നുള്ളത് ഇങ്ങോട്ട് വന്ന് തന്നെ ഫീൽ ചെയ്ത് അറിയാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ഇതുവരേക്കും ബൈ.